ഹായ് കേസ്, നമ്മൾ അടുത്ത എപ്പിസോഡ് കേട്ടു തുടങ്ങുകയാണ്. ഉള്ളിൽ വേദന വെറുപ്പായി മാറാൻ ഒരുപാട് കാലമൊന്നും വേണ്ട ഒരു പെണ്ണിന്. അതാണ് പെണ്ണ്. എത്ര ജീവന തുല്യം സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ ഒരാളെ വെറുത്താൽ വെറുത്തതാണ്. പിന്നെ അവിടെ മനസ്സിലായാൾക്ക് യാതൊരുവിധ സ്ഥാനവും ഉണ്ടാകുകയില്ല. അത്രമേൽ അവളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളിൽ വിശ്വാസം നഷ്ടപ്പെടുക, അങ്ങനെ ഒരവസ്ഥയുണ്ടായാൽ അതുമാത്രം അവൾ ഒരിക്കലും പൊറുക്കില്ല. അതാണ് ഓരോ പെണ്ണും. അത് മനസ്സിലാക്കി ഒരു പുരുഷന് പെരുമാറാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ചു. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, മുസാഫർ അയാളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരാളാണ് കൃഷ്ണ. അത്ര പെട്ടെന്ന് അയാൾക്ക് കൃഷ്ണയെ മറക്കാൻ കഴിയുകയുമില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ. പക്ഷേ അതൊരു സത്യമായി ഇന്നും മുസാഫിൻ്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. കൃഷ്ണ ആ കുഞ്ഞല്ല എന്ന സത്യം പറയാൻ അവനെ അറിയിക്കാൻ കൂട്ടാക്കാത്ത കാലത്തോളം അതൊരു അസത്യമായി തന്നെ മുസാഫറിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും. മുസാഫർ കൃഷ്ണയെ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി കരുതുക തന്നെ ചെയ്യും. കൃഷ്ണ അവൾ ഉള്ളിൽ ഉറപ്പിച്ചു, ഇനി കള്ളം പറയുന്ന ഒരാൾ തൻ്റെ ഒപ്പം വേണ്ട. കാരണം മുസാഫർ പറഞ്ഞ ഏറ്റവും വലിയൊരു കള്ളമായിട്ട് അവൾക്ക് തോന്നുന്നത്, കഴിഞ്ഞ ഏറെ വർഷക്കാലമായി അവർ തമ്മിൽ, മൈമുനയും മുസാഫറും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും, ഭാര്യഭർത്ത ബന്ധങ്ങളൊന്നുമില്ല എന്നാണ്. പിന്നെ ഇങ്ങനെ മൈമുന ഗർഭിണിയായി. അതാണ് കൃഷ്ണയെ പ്രകോപിപ്പിച്ച കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്രയേറെ കള്ളം തന്നോട് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് ഇനി യാതൊരുവിധ ബന്ധം വേണ്ട എന്ന് കൃഷ്ണ തീരുമാനിച്ചു. പക്ഷേ അതേ നിമിഷം അവിടെ മനസ്സും മനസ്സാക്ഷിയും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു. അവർ ഭാര്യയും ഭർത്താവുമല്ലേ, അത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ മൈമുന പഴയ മൈമുനയുമല്ല. ഒരുപാട് സ്നേഹമാണ് ഇക്കാനോട്. എത്ര സ്നേഹം കൊടുക്കാതിരുന്നുവോ അതിൻ്റെ ഇരട്ടി സ്നേഹം കൊടുക്കുന്ന ഒരു ഭാര്യയാണ് മൈമുന. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുക സ്വാഭാവികമല്ലേ. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇക്ക തെറ്റുകാരനല്ല എന്ന് തോന്നുകയും ചെയ്തു. ചിന്തകൾ അത്രയും എത്തിയപ്പോൾ സ്ത്രീ അവൾക്കരികിലെത്തി. അവൾ മുഖമുയർത്തിയെന്ന് നോക്കിയിട്ട് പിന്നെയും എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി അനങ്ങാതെയിരുന്നു. സ്ത്രീ അത് ശ്രദ്ധിച്ചു. അവിടെ മൗനം കണ്ടപ്പോൾ സ്ത്രീക്ക് എന്തോ വല്ലായ്ക തോന്നി. പിന്നെയും അവൾ തന്നിൽ നിന്ന് അകന്നു തുടങ്ങിയോ എന്ന് മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി. അതോ അവൾ തന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്ന്. അവനൊന്നും മിണ്ടാതിരിക്കുന്ന അവളെ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ പതുക്കെ വിളിച്ചു, കൃഷ്ണ. അവൾ മുഖമുയർത്തി നോക്കി. കൃഷ്ണ മോളെ. കൃഷ്ണ മുഖമുയർത്തി സ്ത്രീയെ ഒന്ന് നോക്കി. ആ കണ്ണുകളിലെ വാത്സല്യം, സ്നേഹം, അതൊക്കെ കണ്ടപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് കൃഷ്ണയെ പഴയ കൃഷ്ണയായി. അവൾ പോലും അറിയാതെ അവളിന്ന് സ്ത്രീയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൻ പതുക്കെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പതുക്കെ നടക്കാൻ പറഞ്ഞു. അവളത് അനുസരിച്ച് പതുക്കെ നടന്നു തുടങ്ങിയില്ലെങ്കിൽ പിന്നെ കാലുകൾ വഴങ്ങാൻ പാടായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കുറച്ചു നേരം കൃഷ്ണയെ നടക്കാൻ സഹായിച്ചിട്ട് സ്ത്രീ മാറി നിന്നു. കൃഷ്ണ പതുക്കെ നടന്നു പഠിക്കട്ടെ. കൃഷ്ണൻ ദയനീയമായി അവനെ നോക്കുന്നുണ്ട്. കാല് തറയിൽ കുത്തുമ്പോൾ നല്ല വേദന തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്ത്രീയേറ്റം പിടിവിട്ടപ്പോൾ പെട്ടെന്ന് താൻ തനിച്ചായതുപോലെ തോന്നിയതുപോലെ അവൾക്ക് തോന്നി. അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പോഴാണ് അമ്മയുടെ അച്ഛൻ്റെ വരവ്. അതോടെ കൃഷ്ണയ്ക്ക് സമാധാനമായി. അമ്മ അവളെ താങ്ങി. ഒരു കയ്യിൽ അമ്മയും മറുകൈയിൽ അച്ഛനും, രണ്ടുപേരും അവളെ പിടിച്ചു നടത്തി. അമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ചെറിയ പ്രായത്തിൽ പിച്ചവെച്ച് നടക്കുന്ന കൃഷ്ണയുടെ രൂപം അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ തൂങ്ങി ഈ കുഞ്ഞ് ചെറിയ പ്രായത്തിൽ എത്ര നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കെട്ടിച്ചു വിട്ടെങ്കിലും അവൾ തങ്ങൾക്ക് അന്നത്തെ കുഞ്ഞ് പൈതൽ തന്നെയാണ്. പിന്നെയും കുറേ നേരം കഴിഞ്ഞാണ് രണ്ടുപേരും പോയത്. കുറുമ്പുകളറിഞ്ഞ ചിരിയോടെ കൃഷ്ണ സ്ത്രീയെ നോക്കി. സ്ത്രീയേട്ടം വിട്ടാലും എനിക്കെൻ്റെ അച്ഛനും അമ്മയുണ്ടല്ലോ എന്ന മറ്റ്. അവനും ചിരി വന്നു. അവൻ്റെ ചിരി കണ്ണുകളിൽ പ്രകടമാവുകയും ചെയ്തു. അവൻ കണ്ണ് രണ്ടും ചിമ്മി അടച്ച് കാണിച്ചു. അവൾ ചിരിയോടെ അവനെ പുരികം പൊക്കി കാണിച്ചു. എന്തേ എന്ന മട്ടിൽ. കുറേ കഴിഞ്ഞ് അവളെ റൂമിൽ കട്ടിലിൽ കൊണ്ടു കിടത്തി കുറേ നേരം ശ്രീ അമ്മയോട് സംസാരിച്ചതിന് ശേഷമാണ് പോയത്. അവർ പോയതും ശ്രീ റൂമിലെത്തി. കാല് വേദന കാണുമെന്ന് സ്ത്രീക്ക് അറിയാമായിരുന്നു. അവൻ മുറിവെണ്ണ എടുത്ത് കാലിൽ തേച്ച് കൊടുത്തു. പതുക്കെ മസാജ് ചെയ്ത് കൊടുത്തു. കൃഷ്ണ അനങ്ങാതെ കിടന്നു കൊടുത്തു. ചുരിദാർ
ചുരിദാറിൻ്റെ പാൻറ് മുകളിലേക്ക് മാറ്റിയപ്പോൾ നിറയെ രോമം നിറഞ്ഞ കാല് അവൻ്റെ കണ്ണിൽപ്പെട്ടു. അറിയാതെ ഒരു ചിരി ഉള്ളിൽ വിരിഞ്ഞെങ്കിലും അവനതടക്കി കാല് പതുക്കെ ഒഴിഞ്ഞു കൊടുത്തു. ഇടയ്ക്കെപ്പോഴോ 2 കണ്ണുകളും കൂട്ടുമുട്ടി. കൃഷ്ണമുഖം കുനിച്ചു. അവൾക്ക് വല്ലാത്ത നാണം വന്നു. കുറച്ച് കഴിഞ്ഞതും ശ്രീ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. അവൾ ഫോൺ എടുത്ത് നോക്കി. അർച്ചനയാണ്. ഇന്ന് പ്ലാസ്റ്റർ വെട്ടുമെന്ന് അറിഞ്ഞിട്ടുള്ള വിളിയാണ്. എന്തായെന്നറിയാൻ വിളിക്കുന്നതാണ്. കുറച്ചു നേരം 2 പേരും കാര്യം പറഞ്ഞു. അവർക്ക് 3 പേർക്കും കൃഷ്ണ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരാത്തതിൽ നല്ല വിഷമമുണ്ട്. 3 ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ അർച്ചനയും ശ്രീയെപ്പറ്റി ചോദിച്ചു. കൃഷ്ണയ്ക്ക് മറുപടി പറയാൻ ഇച്ചിരി അമാന്തമുണ്ടായി. എന്നിട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അർച്ചനയ്ക്ക് വിശദീകരണം വേണം. അതെന്താ അങ്ങനെ? നിന്റെ പ്രശ്നമൊന്നും തീർന്നില്ലേ? അതോ വീണ്ടും പഴയതുപോലെ ബോസിൻ്റെ പിറകെ പോകാനുള്ള പരിപാടിയാണോ നിൻ്റേത്? കൃഷ്ണ അതിനുള്ള മറുപടി പറയും മുമ്പേ ശ്രീ മുറിയിലേക്ക് വന്നു. ആരാ ഫോണിൽ നിന്ന് ശ്രീ ചോദിക്കുന്നതും അത് അർച്ചനയാണ് ശ്രീയേട്ടാന്ന് കൃഷ്ണ മറുപടി പറഞ്ഞതും അർച്ചന ഫോണിൽ കൂടി കേട്ടു. അതിൽ നിന്നും അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അർച്ചനയ്ക്ക് തോന്നി. എങ്കിൽ പിന്നെ ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഉള്ളിലപ്പോൾ ഒരു വല്ലാത്ത ആശ്വാസം തെളിഞ്ഞതുപോലെ അർച്ചനയ്ക്ക് തോന്നി. അത്രമേൽ അവരോരോരുത്തരും കൃഷ്ണയെ സ്നേഹിക്കുന്നുണ്ട്. കൃഷ്ണയുടെ പ്രശ്നങ്ങൾ അത്രയേറെ അവരെ ഓരോരുത്തരെയും വിഷമിപ്പിക്കുന്നുണ്ട്. ശ്രീ കൃഷ്ണയെ നോക്കി. ഭക്ഷണം കഴിക്കട്ടെ? അവൾ ചിരിച്ചു, തല കുലുക്കി. എന്നിട്ട് അവൻ്റെ നേർക്ക് കൈനീട്ടി. അവൻ വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. 2 പേരും പുറത്തേക്ക്. ഊണുമേശയെ വന്നിരുന്ന് 2 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അമ്മ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഉരുളച്ചോറ് അവൾക്ക് വാരിക്കൊടുത്തു. അവൾ ചിരിയോടെ അത് വാങ്ങി കഴിച്ചു. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റതും ശ്രീ പാത്രമെല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും കൃഷ്ണ എഴുന്നേറ്റ് കൈയും വായും കഴുകിയിട്ട് അവനെ നോക്കി. വരുന്നില്ലേ എന്ന മട്ടിൽ ഒരു നേർത്ത ചിരിയോടെ അവളെ നോക്കി. ആ ചിരി അവിടെ കണ്ണുകളിലെ ആ മുഖത്തെ ചിരി അത് കൃഷ്ണയുടെ മുഖത്ത് നിന്ന് ശ്രീയുടെ മുഖത്തേക്കും തുടർന്നു. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.